ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഒരു ഐസ് മെഷീൻ്റെ അടുത്താണ്. ഇത് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാണ് എന്നെ വിളിച്ച്. അപ്പോൾ ഇതെന്തായാലും നമ്മൾ ഓണാക്കി നോക്കണമല്ലോ. ഞാൻ ചെന്ന് ഓണാക്കി നോക്കുമ്പോൾ മാനുവലായിട്ട് ഓണാകുന്നില്ല. അപ്പോൾ ഈ ബാക്കിലുള്ള പ്രസ് ബട്ടൺ നെക്കിയിട്ടാണ് ഞാൻ മെഷീൻ ഓണാക്കിയത്. പക്ഷെ എങ്ങനെ ഓണായിട്ടും കംപ്രസർ മാത്രം വർക്ക് ചെയ്യുന്നത്, ഫാൻ വർക്ക് ചെയ്യുന്നില്ല. അപ്പം ഞാൻ തൊട്ട് നോക്കുമ്പോൾ ഫാൻ നല്ല ജാമുണ്ട്. ജാമ് മാത്രമല്ല നല്ല ചൂടുണ്ട്. അതായത് കറണ്ട് വന്നിട്ട് മാഗ്നറ്റ് പിടിച്ച് നിൽക്കുന്ന പോലെ ഒരു ഫീലിംഗ്. ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്തായാലും ഈ ഫാന് മാറ്റണം. ഈ ഫാനിന് ഇങ്ങനെ കാണുന്ന പോലെ 2 സ്ക്രൂ ഉള്ളൂ. ഇത് ഊരിയാൽ തന്നെ ഫാൻ ഈസി ആയിട്ട് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ഈ ഐസ് മെഷീൻ എന്തിനാ അറിയോ? അതായത് നമ്മൾ മീൻ വാങ്ങുമ്പോൾ അതിൻ്റെ മുകളിലിടുന്ന ഐസില്ലേ, അതിനാണ് ഇത് ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ മാക്സിമം എത്രയും പെട്ടെന്ന് ഈ മെഷീൻ നന്നാക്കാനുള്ളതാണ് നമ്മൾ ഉത്തരവാദിത്തം. ഏകദേശം ഒരു 1 ഹവറിനുള്ളിൽ നമുക്ക് പുതിയ മോട്ടർ കിട്ടിയിട്ടുണ്ട്. ഇത് നേരത്തെ ഇട്ട മോട്ടറിനെക്കാട്ടിലും കുറച്ചുകൂടി നല്ല മോട്ടറാണ്. മാക്സിമം നമ്മൾ നല്ല സാധനം തന്നെ യൂസ് ആക്കാൻ നോക്കുക. ഇനി ഇത് ഇതേപോലെ ഇതിൻ്റെ സ്റ്റാൻഡിൽ എന്താക്കുക, അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന പഴയ ലീഫ് തന്നെ കേട്ടോ. കാരണം പുതിയ ലീഫിന് ചെറിയൊരു വേരിയേഷൻ വന്നതുകൊണ്ട് നമ്മൾ പഴയ തന്നെ യൂസ് ആക്കുന്നത്. ഈ നട്ട് ഊരാൻ സുഖമാണെങ്കിലും ഇടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം കറക്റ്റ് ഹോള് കിട്ടിക്കൊള്ളുന്നില്ല. അങ്ങനെയൊക്കെ ആണെങ്കിലും വയറിങ് കൊടുത്ത് നമ്മൾ മോട്ടർ ഓണാക്കിയിരുന്നു. ഇങ്ങനെ വർക്ക് ചെയ്തപ്പോൾ മനസ്സിനൊരു സന്തോഷമാണ് കിട്ടി. എന്നിട്ട് ഇതേപോലെ കവർ വെച്ച് നോക്കും എത്രത്തോളം ഐസ് വരുന്നുണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ സംഭവിച്ചത് വേറൊന്നാ. ഐസ് കുറച്ച് നേരം വന്നതെന്നല്ലാണ്ട് പിന്നെ ഐസ് വന്നില്ല. അതെന്താണെന്നല്ലേ, ഈ കാണുന്നതാണ് ഇതിൻ്റെ വാള്. ഇതിൻ്റെ പേരെനിക്കറിയില്ല, അറിയുന്ന ആൾക്കാരനെ ഒന്ന് പറഞ്ഞു തരണേ. അതിൽ വെള്ളം കറക്റ്റ് വരുന്നില്ല. ഇൻലെറ്റ് പൈപ്പ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അവിടെ നല്ല പ്രഷറിൽ വെള്ളം വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഈ ഒരു ചെറിയ ഫിൽറ്ററില്ലേ, ഇതൊന്ന് ക്ലീൻ ആക്കിയിട്ട് നോക്കി. അപ്പോൾ അതിലും ടെസ്റ്റ് നിറഞ്ഞ് കിടക്കുന്നുണ്ട്. ഇപ്പം കണ്ടില്ലേ വെള്ളം വരുന്നത്. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ മുകളിലേക്ക് വെള്ളം തെറിക്കണം. ഇങ്ങനെ തെറിച്ചാലാണ് ഇതിൻ്റെ വർക്കിംഗ് കറക്റ്റ് ആവുക. ഇപ്പം കണ്ടില്ലേ തുരാന്ന് ഐസ് വെക്കുന്നുണ്ട്. ഇനി അടുത്ത കംപ്ലൈൻ്റ് ആയിട്ട് വരാം.